സൗണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ബസ് അസുഖം വന്നാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഈ കാസിമിന്റെ ചെരുപ്പ് നിന്നിരുന്നോ? അങ്ങനെ കാസിമും ചെരുപ്പും നാട്ടിലെങ്ങും ചർച്ചയായി. ഒരു ദിവസം അയാൾക്ക് പതിവിലേറെ ധനം കയ്യിൽ വന്നു. ഞാനകത്തിൽ പോയി ഒന്ന് കുളിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. കടപ്പൂട്ടി തേഞ്ഞു പോകിൽ കരുതി അയാൾ ചെരുപ്പുകളുടെ കക്ഷത്തിൽ വെച്ച് പുറപ്പെട്ടു. ചെരുപ്പുകളോടി നാടകത്തിന്റെ അകത്തേക്ക് വരും. കുളിവഴികൾ ഏറെ നേരമെടുത്തു. പുറത്തു വന്നപ്പോൾ കൈകൾ തന്റെ പഴഞ്ചൻ ചെരുപ്പിസ്ഥാനത്ത് മുന്നിന്റെ തുക ചെരുപ്പുകൾ ദൈവം തന്നത് തന്നെ. മുന്നിന്റെ ചെരുപ്പിട്ട് കുളിപ്പാട്ടം മാറി അയാൾ വീട്ടിലേക്ക് നടന്നു. വാസ്തവത്തിൽ സംഭവത്തിൽ എന്താണെന്നോ? വൃത്തികെട്ട ചെരുപ്പുകൾ വാതിലിന്റെ പിന്നിലേക്ക് മാറ്റിവെച്ചത് അവിടുത്തെ വൃത്യനാണ്. ഞാൻ ഓടി വന്ന ന്യായാധിപന്റെ കണ്ണിൽ പെടേണ്ടെന്ന് കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്തത്. കുളി കഴിഞ്ഞ ന്യായാധിപൻ സ്വന്തം ചെരുപ്പിനെ തേടി. കാണാനില്ല. കാസിമിന്റെ ചെരുപ്പ് മാത്രം. സംഖ്യയൊന്നുമില്ല. കാസിം തന്നെയായിട്ട് മോഷ്ടിച്ചത്. ഉടൻ അവനെ പിടികൂടി ജയിലിട്ടു. നല്ലൊരു തുക പിഴയടച്ച് പുറത്തു വന്നു. അന്നാദ്യമായി കാസിം തന്റെ ചെരുപ്പുകളെ വേറിട്ടു. കാസിം ചെരുപ്പുകൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞുള്ളൂ. വലകിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തോ കൊള്ളി. വല വലിച്ചു നോക്കി. അതോ കാസിമിന്റെ ചെരുപ്പുകൾ അതിന്റെ ആണികൾ കൊണ്ട് വലയാകെ മുന്നിട്ടുണ്ട്. അയാൾക്ക് തീരുമാനമാണ് കാസിമിന്റെ കടയിലെത്തുന്നു. തുലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് അയാൾ ചെരുപ്പുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു. കുറെ പഞ്ഞുകൾ പൊട്ടി തകർന്നു. കാസിമിന്റെ സങ്കടം ഇരട്ടിയായി. ഇതിന്റെ സമ്പത്ത് മുഴുവൻ തീർക്കും. ഇത് അവസാനിക്കുന്നതിന്റെ കാര്യം. കാസിം നേരെ വീട്ടിലേക്ക് ഓടി. ഒരു കുഴിയെടുത്ത് അതിൽ ചെരുപ്പ് കൂടി. കാസിമിനോട് വിരോധം കൂടുതലായിട്ടാണ് ഇതെല്ലാം കണ്ടുവരുന്നു. ഇത് തന്നെ തപ്പാണ്. കാസിന് പിടികിട്ടിയത് അതേ കുറിച്ചിട്ടിരിക്കുകയാണ്. അത് അധികാരിയെ അറിയിച്ചു. സത്യം ബോധ്യപ്പെട്ടിട്ടും അധികാരിക്ക് വിശ്വാസം വന്നില്ല. വടക്കാർ ഒന്ന് കുഴി മാറ്റി നോക്കി. ചെരുപ്പ് തന്നെ അയാളെ ഭീഷണിപ്പെടുത്തി നല്ലൊരു തുക കൈക്കലാക്കി അവർ മടങ്ങി. സമനിലത്തെ ക്ഷീണം പോലെ കാസിം വീട്ടിലെത്തി. അയാൾ ആലോചിച്ചു, എന്ത് ചെയ്യാനാ? മട്ടുപായിട്ടിടുക തന്നെ. അയാൾ അത് തന്നെ ചെയ്തു. എന്തു പറയാൻ? മട്ടുപായി ഓടി വന്നിരുന്നായ ചെരുപ്പ് കളിച്ച് കളി തുടങ്ങി. നേരെ താഴോട്ട് വീണു. കൃത്യമായി വൃത്തിയുടെ തലയിൽ തല പൊട്ടി ചോരി ഒഴുകുന്നു. അയാൾക്ക് വലിയൊരു സംഖ്യ നഷ്ടപരിഹാരങ്ങൾ നൽകേണ്ടി വന്നു. ഈ വിപത്ത് കാസിമിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അയാൾ ചെരുപ്പുകളെടുത്ത് അധികാരിന്റെ മുമ്പിലെത്തി. ആർത്ത് കരഞ്ഞു. അങ്ങുന്നേ എന്റെ എല്ലാ നാശത്തിനും കാരണം ഈ ചെരുപ്പാണ്. അങ്ങ് ദയവായി വിളംബരം ചെയ്യണം. ഈ ചെരുപ്പിനുള്ള നഷ്ടം കാസിമിനെയാണ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കാസിം ഉത്തരവാദിയല്ലെന്നും അങ്ങ് ദയവായി പ്രഖ്യാപിക്കണം. ആ പറഞ്ഞ് ചെരുപ്പുകളായിട്ട് കാസിം മോഷിച്ചേക്കാം. ഇത് കണ്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിൽ എന്താണ് മനസ്സിലാക്കിയത്? സമ്പത്തും സമയവും ആരോഗ്യവും മറ്റുള്ളവരുടെ സൗഖ്യത്തിനു വേണ്ടി വിനിയോഗിക്കണം. നന്ദി.